ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം പത്മകുമാറിനെ ഉടൻ കോടതിയിൽ ഹാജരാക്കും. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് പത്മകുമാറിനെ ഹാജരാക്കുന്നത്. അരുൺരാജ് വിശദാംശങ്ങളുമായി. അരുൺരാജ്, അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും ഉടൻ എന്നതാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? അനുജ, അല്പസമയത്തിനകം തന്നെ കൊല്ലം വിജിലൻസ് കോടതിയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ ഹാജരാക്കും. 5 മണിക്ക് മുമ്പായി കോടതിയിൽ ഹാജരാക്കണമെന്നായിരുന്നു നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയത്. അതിനു മുമ്പ് വൈദ്യപരിശോധനയ്ക്ക് ശേഷമായിരിക്കും കോടതിയിലേക്ക് എത്തിക്കുക. ഈ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇനി തുടർ നീക്കങ്ങൾ SIT നടത്തുക. ഇപ്പോൾ നിലവിൽ വീണ്ടും കസ്റ്റഡി പത്മകുമാറിനെ വേണ്ട എന്ന നിലപാടാണ് നിലവിൽ അന്വേഷണ സംഘം കൈക്കൊണ്ടിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിലെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും തന്ത്രിയെയും വീണ്ടും ചോദ്യം ചെയ്യാനുള്ള തീരുമാനം നിലവിൽ അന്വേഷണ സംഘം കൈക്കൊണ്ടിട്ടുണ്ട്. ഇതിനുശേഷമായിരിക്കും പത്മകുമാറിനെ ആവശ്യമെങ്കിൽ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക. പത്മകുമാറിൽ നിന്ന് നിലവിൽ അന്വേഷണ സംഘത്തിന് കാര്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ വിദേശയാത്രകൾ സംബന്ധിച്ചടക്കമുള്ള കാര്യങ്ങളിൽ പത്മകുമാർ ചില അവ്യക്തമായ വിവരങ്ങൾ കൈമാറി എന്നുള്ളതാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ ഈ SITക്ക് പ്രത്യേകം കഴിഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തും. ആവശ്യമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള തീരുമാനമായിരിക്കും എടുക്കുക. ഇന്നെന്തായാലും റിമാൻഡിലേക്ക് തന്നെ പത്മകുമാർ പോകും എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലാണ് പത്മകുമാറിനെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. കൊല്ലം വിജിലൻസ് കോടതിയിൽ പത്മകുമാറിനെ ഹാജരാക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.